എല്ലാവർക്കും നമസ്കാരം. ഹലോ, പേരുണ്ടല്ലോ, എല്ലാവരും സുഖമല്ലേ? താങ്ക് യു. എനിക്ക് എന്താ പറയുക, കോഴിക്കോടിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കൂടെ വരുന്നത്, എപ്പോഴും വരുന്നതാണ്. എൻ്റെ ഭാര്യ വീടുകൂടെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, എന്നെ കണ്ടുപടുത്തിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും കൂടെ. പിന്നെ ഞാൻ ഇവിടെ വന്നത്, നമ്മുടെ പുതിയ പടം 17-ാം തീയതി ഇറങ്ങാൻ പോവാണ്, പാതിരാത്രി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പടവും വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും പടം പോയി കാണണം. ഒന്നുകൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഏറ്റവും വലിയൊരു നമസ്കാരം. കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഞാൻ മിമിക്രി പറയുന്ന കാലം തുടങ്ങി എനിക്കറിയാവുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. നല്ല ഭക്ഷണം തന്ന, ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ള കലാകാരന്മാരുടെ നാടാണ് കോഴിക്കോട്. കാരണം ബാവുക്ക തുടങ്ങി നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ കോയക്ക തുടങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം തരുന്ന ആളാണ് കോയക്ക. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം, എൻ്റെ അറിവിൽ ഞാൻ ആദ്യം കഴിച്ച ഏറ്റവും നല്ല ബോംബെ ഹോട്ടലിൽ, പിന്നെ അതുപോലെ തന്നെ പാരഗൺ, ഇതൊക്കെ നല്ല നല്ല ഫുഡ് കിട്ടും. പല വീടുകൾ എൻ്റെ കൂട്ടുകാരുടെ വീട് കോഴിക്കോട് വന്ന് ഭക്ഷണം കഴിക്കാതെ ഞാൻ പോവില്ല. അതുപോലെ തന്നെയാണ് ഈ പടം, ഈ സിനിമ പാതിരാത്രി എന്നുള്ള റത്തീന ആണ് എൻ്റെ ഡയറക്ഷൻ. സൗബിനാണ് ഹീറോ, അതുപോലെ തന്നെ അവയാണ് ഹീറോയിൻ. ഞാൻ അതിൻ്റെ അകത്ത് ഒരു വേഷം ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ അതിനകത്ത് വേഷം ചെയ്യുന്നവരാണ്. പക്ഷേ ഞാൻ സൗബിൻ ഞങ്ങൾ ഡയറക്ഷൻ ചെയ്യുമ്പോൾ തുടങ്ങി. ഇതൊരു ത്രില്ലർ, നിങ്ങൾ കാണേണ്ട പടം തന്നെ. ഞങ്ങൾ അഭിനയിച്ചാൽ ഞങ്ങളല്ല അഭിപ്രായം പറയേണ്ടത്, കണ്ടിട്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഈ സിനിമ നിങ്ങളെ ബോറടിപ്പിക്കില്ലെന്ന് 100% നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ സിനിമയെ നിങ്ങളെല്ലാവരും നെറ്റിലേറ്റണം, കണ്ട് പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു വെരി മച്ച്. അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ്, പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ, ഹലോ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ നിങ്ങളെല്ലാവരും. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് വരുമ്പോൾ പറയാറുണ്ട്. അതിലൊരു സംശയമില്ല. കോഴിക്കോട്ടെ ഭക്ഷണം, കോഴിക്കോട്ടുള്ള മനുഷ്യര്, വിരുന്നുകാരെ സ്നേഹിക്കുന്ന രീതി, ഞങ്ങൾ സിനിമാക്കാരെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതി, ഓരോ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുന്ന രീതി, മലബാർ റീജിയനിലേക്ക് ഒരു പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പടം സക്സസ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെ ഞങ്ങൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട്, റത്തീന ഒരു കോഴിക്കോടുകാരിയാണ്, ഈ സിനിമയിലുള്ള ആനൊരു കോഴിക്കോടുകാരിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അല്ല അങ്ങനെ അപ്പിയും കോഴിക്കോടാണോ? അല്ല, അങ്ങനെ കോഴിക്കോട് അല്ലാത്ത ഞങ്ങൾ കുറച്ച് പേരും കോഴിക്കോടുള്ളവരും കൂടെ ചേർന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരികയാണ്. ചിലപ്പോൾ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും, ചിലപ്പോൾ 1 കൈ നീട്ടി സ്വീകരിക്കും, ചിലപ്പോൾ നിങ്ങൾ തട്ടി മാറ്റിക്കളയും. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓഡിയൻസിന് മാത്രമുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ തീരുമാനത്തിലേക്ക് വിട്ടുതരുന്നു. പക്ഷേ ആഗ്രഹമാണ്, ഞങ്ങളുടെ കഷ്ടപ്പാടിന് നിങ്ങൾ അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, ഇല്ലേ? താങ്ക് യു സോ മച്ച്. കോഴിക്കോട് വന്ന് ഈ ഫംഗ്ഷൻ, നമ്മുടെ പാതിരാത്രിയുടെ ഒരു ഫംഗ്ഷൻ എവിടെ വെക്കണം എന്ന് ആലോചിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു പേരാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസറിന്, അക്ബർ ട്രാവൽസ് നാസറക്ക. അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നാസറക്കയ്ക്കും എല്ലാവർക്കും, സൗബിനും ഒക്കെ കാലിക്കട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അത് നിങ്ങളൊക്കെ തരുന്ന സ്നേഹം കൊണ്ടാണ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം ഉണ്ടാവും. സ്പെഷ്യലി ഫോർ പാതിരാത്രി ഈ വരുന്ന ഒക്ടോബർ 17-ാം തീയതി തിയേറ്ററുകളിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പാതിരാത്രി എത്തുകയാണ്. പ്ലീസ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട് ഓൾ ഓഫ് us. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതെ, നമ്മൾ അപ്പം ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഒരു സിനിമ ചെയ്യുന്നത്.
എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എൻ്റെ അച്ഛനെ എന്നും സപ്പോർട്ട് ചെയ്ത പോലെ എൻ്റെയും കൂടെ നിർത്തണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. October 17th പടം റിലീസ് ചെയ്യുന്നത്. നമ്മൾ കോഴിക്കോട്ടുകാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം ഹിറ്റാക്കാൻ പറ്റും. അതുകൊണ്ട് പ്ലീസ് പോയി കാണണം. താങ്ക് യു സോ മച്ച്. ഇവരെല്ലാവരും ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അതിന് അശോകൻ ചേട്ടനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു ടു റിസീവ് ദ മെമന്റോ. ലെറ്റ്സ് വെൽക്കം നവി ചേച്ചി. നവി ചേച്ചിയാണ് അടുത്ത മെമന്റോ റിസീവ് ചെയ്യുന്നത്. പ്ലീസ് കം ഫോർവേഡ്. കോഴിക്കോട് അങ്ങനെ വെറുതെ വിടാറില്ല, വന്നാൽ ഒരു ഗിഫ്റ്റ് തന്നിട്ടേ വിടത്തുള്ളൂ. ഇനി നമുക്ക് ആൻഡ് ഗസ്റ്റിൻ ആൻഡ് ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഒരു സ്പെഷ്യൽ കയ്യിൽ വരുന്നുണ്ടല്ലോ ആൻഡ്. യെസ്, ആൻഡ് ആത്മീയ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ.